ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ ഒരു ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നല്ല നിറമുള്ള ക്യാരറ്റ് എടുത്തിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കടായിലേക്ക് നെയ്യൊഴിച്ച് നെയ്യ് ചൂടായപ്പോഴേക്കും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതിലേക്ക് ചേർത്തു. എന്നിട്ട് ഈ ക്യാരറ്റ് ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം തീയിൽ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിനുശേഷം അതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിച്ച പഞ്ചസാരയാണ്. അതിൽ ഏലക്കായയും കൂടെ ചേർത്ത് പൊടിച്ച പഞ്ചസാരയാണ്. നമ്മളുടെ മധുരം എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്തു. അവസാനം ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം മധുരം ചേർക്കാനായിട്ട്. അതുമെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പാലാണ് ചേർക്കുന്നത്. ഇത് വെറും പാലല്ല, ഒന്നുകിൽ നമ്മൾ മലായിയും കൂടെ ചേർത്തിട്ടുള്ള, അതായത് നല്ല കട്ടിയുള്ള പാൽപ്പാടയും കൂടെ ചേർത്തിട്ടുള്ള പാൽ ചേർക്കണം. അതല്ലെങ്കിൽ നമ്മൾ പാൽപ്പൊടി ഒരു 2-3 സ്പൂൺ പാൽപ്പൊടി പാലിൽ കലക്കിയിട്ട് ചേർക്കണം. കാരണം നമ്മുടെ ഇവിടെ പാൽ കിട്ടുമ്പോൾ അത്ര കട്ടിയുള്ള പാൽ കിട്ടില്ല, അതുകൊണ്ടാണ്. അതിനുശേഷം അതിലേക്കൊരു 2 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റ് അങ്ങ് ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത്. ക്യാരറ്റ് ഇങ്ങനെ വേകണം, പക്ഷേ ഒത്തിരി വെന്തങ്ങ് കുഴഞ്ഞു പോകുന്നത് അത്ര നല്ലതല്ല. ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി ഈ പരുവാകുമ്പോഴേക്കും അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. ചെറു ചൂടോടെ കഴിക്കുന്നതും നല്ലതാണ്, തണുപ്പിച്ച് കഴിക്കുന്നതും നല്ലതാണ്. ഇതാണ് ക്യാരറ്റ് ഹൽവയുടെ ഒരു ടെക്സ്ചർ. ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാകും. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ വാനില ഐസ്ക്രീമാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സൊക്കെ അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇതേ രീതിയിലാണ് നമ്മൾ ക്യാരറ്റ് ഹൽവ കഴിക്കേണ്ടത്. അതായത് ഇങ്ങനെ നമ്മളൊരു കട്ടിയുള്ള ഒരു പായസം ഇങ്ങനെ കോരിയെടുക്കുന്ന ആ ഒരു ടെക്സ്ചർ. ഐസ്ക്രീമും കൂടെ ചേർത്ത് കഴിക്കാൻ, അതായത് വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് അസാധ്യ രുചിയാണ്, ഭയങ്കര രുചിയാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടാക്കി നിങ്ങൾ ഒന്ന് കഴിച്ചു നോക്കൂ. ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രുചിയാണ്, അതുകൊണ്ടാണ് ചേർത്തത്. ചേർത്തില്ലെങ്കിലും ദോഷമൊന്നുമില്ല. പക്ഷെ പാല് ചേർക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാല് ചേർക്കണം. അപ്പോൾ കട്ടിയുള്ള പാല് കിട്ടാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് പാൽപ്പൊടിയും കൂടെ അതിൽ കലക്കിയിട്ട്, പാലിൽ കലക്കിയിട്ട് ചേർക്കണം. അപ്പോഴേ ആ ക്യാരറ്റ് ഹൽവയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ നോർത്ത് ഇന്ത്യൻ ഹോട്ടൽസിൽ നിന്ന് കഴിക്കുക, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ക്യാരറ്റ് ഹൽവ കഴിക്കുന്ന രുചി നമ്മൾ വീട്ടിൽ പലപ്പോഴും ഉണ്ടാക്കുമ്പം കിട്ടാത്തതിൻ്റെ കാരണം ഈ പാലിൻ്റെ പ്രശ്നമാണ്. കാരണം അവിടെയൊക്കെ നല്ല കൊഴുപ്പുള്ള പാലാണ് കിട്ടുന്നത്. അപ്പോൾ മലായിയും കൂടെ ചേർത്തിട്ട് അവർ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കും. നമുക്ക് അത്രയും കട്ടിയുള്ള പാല് ഇനി എങ്ങനെ മേടിച്ചാലും കിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ആ പാലിൽ ചേർത്ത് ഇതേപോലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെറും ഐസ്ക്രീം കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കണ്ടൻസ്ഡ് മിൽക്ക് നിർബന്ധമില്ല, പക്ഷെ പാൽപ്പൊടി നിർബന്ധമാണ്, അല്ലെങ്കിൽ മലായി അത് നിർബന്ധമാണ്. അപ്പോൾ ഇനി ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഈ ഓണത്തിന് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കൂ. എന്തായാലും നമ്മൾ പച്ചക്കറിയൊക്കെ മേടിച്ച് കഴിയുമ്പോൾ കുറച്ച് ക്യാരറ്റൊക്കെ മിച്ചം കാണും. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി ഒരു വാനില ഐസ്ക്രീമും കൂടെ ഒക്കെ മേടിച്ച് കഴിച്ചിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. ഹരേ കൃഷ്ണ.